സതീഷ് വസന്ത് എണ്ണി പറഞ്ഞു അവിടെ നടന്ന ഏതൊക്കെ ആചാര ലംഘനങ്ങളാണ്, എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് നടന്നത് എണ്ണി പറഞ്ഞു. അപ്പോഴും ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യം, ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, ഇപ്പോൾ എല്ലാവരും വിരൽ ചൂണ്ടുന്നത്, സർക്കാർ സംവിധാനങ്ങൾ വിരൽ ചൂണ്ടുന്നത്, മന്ത്രി പറയുന്നതൊക്കെ അവിടെ ഉണ്ടായിരുന്ന കമ്മീഷണറെ മാത്രം വിരൽ ചൂണ്ടിയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം ചെയ്തതിന് ന്യായീകരിക്കുന്നതല്ല. തൃശ്ശൂർ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ അത് ശുദ്ധതെമ്മാടിത്തരമാണ് അദ്ദേഹം അവിടെ കാട്ടിയത് മുഴുവൻ. അത് അവിടെ എത്തുന്ന ആചാരാനുഷ്ഠാനങ്ങളെ തടയുക, അവിടെ എത്തുന്ന ആളുകളെ തടയുക, നീ പോടാ എന്ന് ആക്രോശിച്ചുകൊണ്ട് ആ ചടങ്ങിൻ്റെ ഭാഗമായി എത്തുന്ന ആളുകളോട് പറയുക, അങ്ങനെയൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോഴും ഇത് വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട് ആരും ഇവിടേക്ക് പ്രവേശിക്കാൻ പാടില്ല, സുരക്ഷയെ മുൻനിർത്തി മാത്രമുള്ള നിയന്ത്രണമാണ്, എന്നാൽ ആ നിയന്ത്രണത്തിൽ ചില പാളിച്ചകൾ പറ്റിപ്പോയി എന്ന് മാത്രം പറഞ്ഞ് കൈകഴുകാൻ കഴിയുമോ? നോക്കൂ, ഇത് ഒരു ആചാര ലംഘനങ്ങളോടെ ഉണ്ടായിട്ടുണ്ടെന്ന് ഇപ്പം BJPയുടെ വക്താവ് പറഞ്ഞു. അതുണ്ടെങ്കിൽ നമ്മൾ അന്വേഷിക്കുന്നേ, ഒരു സംശയമില്ല. അത് ആരെ ഭാഗത്ത് തെറ്റുണ്ടായെന്നുള്ളത് അന്വേഷിക്കണം. അത് LDFൻ്റെ ഒരു ഇതല്ലെന്നേ. നിങ്ങളിത് പറയുന്ന ഇപ്പം എന്ന് പറയുന്നത് ഹിന്ദുക്കൾ ഹിന്ദുക്കളുടെ കാര്യങ്ങളെല്ലാം വക്താക്കളായിട്ട് BJP തന്നെയാണ്. അതെങ്ങനെയാണ് വരുന്നത്? എല്ലാവർക്കും അതിൻ്റെ ഇതുണ്ടെന്ന്. ഇപ്പം ആചാരം അത് ഈ സർക്കാരിന് എന്തിനാണ് അങ്ങനെ ഒരു ഇത് വന്നത്? ഈ പൂരം പൊളിച്ചിട്ട് എന്താണ് നേട്ടമുള്ളത്? അവിടെ നിന്ന് കുറേ വോട്ട് കിട്ടുന്നത്. നിങ്ങൾ എന്താണ് പറയുന്നത്? ഒന്നാമത് ഇലക്ഷൻ സമയത്ത് അവിടെ എന്തോന്നാണ് സംഭവിക്കുന്നത്? നോക്ക്, അവിടെ എന്തെങ്കിലും അവിടെ കുഴപ്പമുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളത് ഇപ്പം നമ്മളെ കമ്മീഷനും ACയിലും കേസാണ്. അത് തക്കതായ നടപടി എടുക്കുന്നേ, അതിലൊരു സംശയമില്ലെന്ന്. നിങ്ങൾ ഈ എല്ലാത്തിനും അതാണ് പറഞ്ഞത്. BJPയെ സംബന്ധിച്ച് ഒരു രാഷ്ട്രീയവൽക്കരിക്കാൻ ഇപ്പം ഇതിൻ്റെ കുറേ വോട്ട് കിട്ടുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. നോക്കൂ, അതൊക്കെ തെറ്റായ നടപടിയാണ്. നിങ്ങൾ ശബരിമല വന്നപ്പോഴത്തേക്ക് ശബരിമലയിലെ കേസുമായിട്ട് കൊണ്ട് നിങ്ങൾ മാക്സിമം ഹിന്ദുക്കളുടെ ഇടയിൽ മുതലെടുക്കാൻ ശ്രമിച്ചു. എന്തായി? നിങ്ങൾക്ക് വല്ല വോട്ടുകൾ നിങ്ങൾക്ക് വല്ലതും കിട്ടിയോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് നിയമസഭയിൽ അല്ല തെറ്റ് പറ്റി ഒന്നുമില്ലാതെ നിങ്ങളുടെ നിങ്ങൾ ഹിന്ദുക്കളുടെ ആചാരമൊന്നും വാങ്ങിക്കണ്ടേ? അങ്ങനെയൊന്നുമല്ല. കാര്യമായിട്ട് അങ്ങനെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നമ്മൾ ലംഘിക്കപ്പെടുന്നെങ്കിൽ അതിനിടപെടും, അത് ഇടപെടണം. പക്ഷെ ഒരു കാര്യം, അത് രാഷ്ട്രീയവൽക്കരിക്കല്ലേ? ഒരു ഹിന്ദുക്കളുടെ മാത്രം കാര്യമാണ്. നിങ്ങൾ ഇതാണ് എന്റെ പ്രിന്റ് ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് നിങ്ങൾക്കറിയാലോ, ലോകത്ത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പൊങ്കാലയിടുന്ന സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാൽ അമ്പലത്തിൽ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റാണ്. അത് ഗവൺമെൻറ് വകയൊന്നുമല്ല. ക്ഷേത്രത്തിന് എന്ത് ഭംഗിയായിട്ട് LDFന് ഇവിടെ ഭരിക്കാൻ അതിൻ്റെ എല്ലാത്തിൻ്റെയും നെടുത്തൂടായിട്ട് നിൽക്കുന്ന ആരെന്നറിയാമോ? ഇവിടുത്തെ നിയമത്തിൻ്റെ MLAയും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടിയാണ്. അദ്ദേഹമാണ് അതിൻ്റെ മുൻപന്തിയിലിരിക്കുന്നത്. ഇവിടുത്തെ മേയറാണ് മുൻപന്തിയിലിരിക്കുന്നത്. പിറ്റേ ദിവസം കാലത്ത് ഈ പൊങ്കാല ഇട്ട് കഴിഞ്ഞ് 5 മണിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നഗരത്തിനെ വൃത്തിയാക്കുന്ന ജോലി തിരുവനന്തപുരം കോർപ്പറേഷനാണ്. നിങ്ങൾ ഇത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെയൊന്നും അല്ലെന്നേ. നമുക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എൻ്റെ പിന്നെ അത് നമുക്ക് പരിഹരിക്കണം. അത് രാഷ്ട്രീയവൽക്കരിക്കുന്ന ഉദാഹരണം ഞാൻ പറയാം. നിങ്ങളെ സംസ്ഥാന പ്രസിഡന്റായ ശ്രീധരപിള്ള സാറ് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്നപ്പോൾ നിങ്ങളെ യോഗത്തിൽ പറഞ്ഞ കേസ് തന്നെ വെളിയിൽ വന്നു. ഇത് നമുക്ക് ശബരിമലയിലെ കേസിൽ നമുക്ക് ഇതൊരു മുതലെടുപ്പ് എടുക്കാം. ഇത് നിങ്ങൾ അത് ശ്രീ സുരേന്ദ്രൻ വന്നപ്പോഴെടുത്തു. ഈ സർക്കാർ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചെയ്തിട്ടുണ്ട്. ആ പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിന്റെ കൂടെയല്ല നിങ്ങൾ അങ്ങനെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ബലിയാടാക്കിക്കൊണ്ട് രക്ഷപ്പെടല്ലേ? അങ്ങനെ ഒരു പോലീസ് തോന്നുന്നുണ്ടോ? ശ്രീ സുനിൽകുമാറും ശ്രീ രാജനും ഒക്കെ എന്ന് പറയുന്നത് ആ പൂരത്തിന്റെ മുന്നോടി, അത് രാഷ്ട്രീയത്തിന് ഞാൻ പറയുന്നില്ല. അദ്ദേഹം മന്ത്രിയായിരുന്നാലും MLA ഇല്ലായിരുന്നപ്പോഴും എപ്പോഴും ഏറ്റവും വേണ്ടി നിൽക്കുന്നത് ഈ രണ്ട് വ്യക്തികളാണ്. നിങ്ങൾക്കറിയാം, അവിടെ സംസ്ഥാന പോലീസ് ഇപ്പോൾ ഏറ്റവും ഉന്നതമായ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെ ഇടപെടൽ കണ്ടില്ലെന്നേ, അവിടെയാണ് സംശയം. ഞാൻ പറഞ്ഞു, അതാണ് നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ശ്രദ്ധയിൽ ഇതൊന്നും പെട്ടിട്ടില്ല, 100% പെട്ടിട്ടില്ല. പെട്ട കാര്യങ്ങൾ അവർ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കാര്യങ്ങൾ ഈ തൃശ്ശൂർ പൂരത്തിന് എത്രയോ പേര് വരണമെന്നാണ് നോക്കൂ. ലോകത്തുള്ള വിവിധ മത്സരക്കാരാണ് ഇവിടെ വരുന്നത്. അത് പൂരത്തിന്റെ നിങ്ങൾ പറഞ്ഞല്ലേ, ലോകത്തെ കേരളത്തിന്റെ അഭിമാനമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്.
അത് ഈ സർക്കാർ ഏത് സർക്കാർ ഭരിച്ചാലും അവരൊരു അഭിമാനമില്ലേ Yes, അങ്ങനെ തൃശ്ശൂർ പൂരം അങ്ങനെ എന്നുള്ളത്? ശ്രീ സതീഷ് അങ്ങനെ ഒരു അഭിമാനമാണെങ്കിൽ എന്ത് അങ്ങനെ ഒരു അഭിമാനമാണെങ്കിൽ ആ അഭിമാനമായി ഇവന്റിന്റെ നടന്ന ഒരു വലിയ പ്രശ്നത്തെ പ്രതിസന്ധിയെ എന്തുകൊണ്ട് അറിഞ്ഞില്ല? അങ്ങനെ അതുകൊണ്ടാണ് അന്വേഷിക്കണമെന്ന് പറയുന്നത്. അങ്ങനെ ആരെങ്കിലും ഗൂഢാലോചനയിൽ പങ്കുണ്ടെങ്കിൽ അതിന് ശക്തമായ നടപടി, ഒരു സംശയവുമില്ല. പക്ഷെ നിങ്ങൾ ഇത് രാഷ്ട്രീയവൽക്കരിക്കല്ലേ? ഇതെന്ന് പറയുന്നത് നിങ്ങൾ ഒരു 10 വോട്ടിന് വേണ്ടി നിങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കുന്നത് തെറ്റായ നടപടിയാണ്. പൂരം ഇനി അടുത്ത പ്രാവശ്യവും വരും. ഇലക്ഷൻ ഇന്നല്ലെങ്കിൽ നാളെ അങ്ങ് കഴിഞ്ഞു പോകും. പക്ഷെ പൂരം എന്ന് പറയുന്നത് അടുത്ത പ്രാവശ്യവും വരും. അതിൽ നമുക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ അത് വെടിവെക്കാൻ പറ്റൂ? പടക്കം പൊട്ടിക്കാൻ പറ്റൂ? ഇല്ല. അതിന് പ്രത്യേക അനുമതി വേണം. പടക്കം പൊട്ടിക്കാൻ ദീപാവലിയായിട്ട് നമ്മൾ ഉത്സവമാണ് ദീപാവലി. രാത്രി 10 മണിക്ക് ശേഷം നമ്മളെ വീടുകളിൽ പടക്കം ആരെ കിടക്കുന്നത് നമ്മളെ കോടതികളുടെ ഉത്തരവാണ്. ആ ഉത്തരവ് നമുക്ക് ലംഘിക്കപ്പെടാൻ പറ്റുമോ? വെളുപ്പാങ്കാലത്ത് നമുക്ക് 6 മണിക്ക് ശേഷമേ പടക്കം പൊട്ടിക്കാൻ പറ്റുള്ളൂ. അപ്പം ഇങ്ങനെ വരുമ്പോൾ അത് സ്പെഷ്യൽ സാങ്ഷൻ വാങ്ങിക്കണം. അത് എല്ലാ പ്രാവശ്യവും ഉള്ളതാണ്. അത് ഈ സർക്കാർ അതൊരു ഇടപെടല്ല, സർക്കാരിന്റെ ഒരു ഇതാണ്. നിങ്ങൾ പൂരത്തിനോട് അനുബന്ധിച്ച് നടത്തുന്ന ആസൂത്രിതമായ ചില ശ്രമങ്ങൾക്ക് ഉദാഹരണം, ഇത്തവണ എക്സിബിഷൻ കൃത്യമായി നടത്താൻ സാധിച്ചില്ല. അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം എന്നോട് സാർ ഓക്കെ. ഇതിനകത്ത് ഈ ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി പറയുന്നതിനകത്ത് യാതൊരു യുക്തിയുമില്ല. പൂരത്തെ തകർക്കാനുള്ള ആസൂത്രിതമായ ശ്രമം നമുക്കറിയാം പൂരദിനത്തിന്റെ രാവിലെ മുതൽ ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന് വടക്കുനാഥ ക്ഷേത്ര മൈതാനം എന്ന് പറഞ്ഞാൽ എത്ര ലക്ഷം ആളുകൾ വന്നിരുന്നാലും അതിന് ഉൾക്കൊള്ളാവുന്ന സംവിധാനം എന്ന രീതിയിലാണ് കാണുന്നത്. ആ വടക്കുനാഥ മൈതാനത്തിൽ വിവിധ വഴികളെ കോട്ട കെട്ടിക്കൊണ്ട് ബാരിക്കേഡ് കെട്ടിക്കൊണ്ട് അവർ തടയുന്നു. ഒന്നാമത് ശ്രമം. എന്നിട്ട് വാഹനങ്ങൾ കിലോമീറ്ററുകൾ അപ്പുറത്ത് നിർത്തിക്കൊണ്ട് ഈ പൂരം കാണാൻ വരുന്ന ആളുകൾ 6, 8, 10 കിലോമീറ്റർ നടത്താൻ പ്രേരിപ്പിക്കുന്നു. നമുക്കറിയാലോ ഈ ഉത്സവത്തിന്റെ ആകർഷണം എന്ന് പറയാൻ വടക്കുനാഥ മൈതാനത്തിൽ ഇരിക്കുകയും അവിടെ ഇരുന്ന് വിവിധ കലാരൂപങ്ങൾ ആസ്വദിക്കുന്നു, അവിടെ സർക്കസുകാരുണ്ടാകുന്നു, അവിടെ നിന്ന് വെള്ളം കുടിക്കുന്നു, അവിടെ ആൽമര ചുവട്ടിൽ ഇരിക്കുന്നു. ഇതൊരു പ്രതീകാത്മകമായ മനസ്സിനും ശരീരത്തിനും ഒക്കെ ആനന്ദ ലഹരിയിൽ ആറാടുന്ന നിമിഷങ്ങളാണ് ഓരോ മിനിറ്റും. അവിടെ കൊണ്ടുവന്ന വെയിലിന് പോലും ഒരു സൗരഭ്യമുണ്ട്. അങ്ങനെയാണ് പറയാറ് പൂര നാളിൽ കൊള്ളുന്ന വെയിലിന് പോലും സൗരഭ്യമുണ്ട്. അങ്ങനെ ആൽമര ചുവട്ടിൽ ഇരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? എന്നാൽ അവരവിടെ നിന്ന് നോക്കണം. ആൽമര ചുവട്ടിൽ പൂരത്തിനോ മേളം കാണുന്നതും അതോ ഓരോ ഇടവേളയ്ക്കും എല്ലാവരും ഇങ്ങനെ ആൽമര ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കും. ആ വിശ്രമിക്കുന്ന ആളുകളെ ഇരുത്തുന്ന അവരെ ഇറക്കി ഓടിക്കുന്നു. അവരെങ്ങോട്ട് പോകും? പിന്നെ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം, വടം കെട്ടിക്കൊണ്ട് വടംവലി മത്സരമാണ് പോലീസിന്റെ. ആന പോകുന്ന സമയത്ത് 50 മീറ്റർ അപ്പുറത്തും ഇപ്പുറത്തും വടം കെട്ടിക്കൊണ്ട് ആളുകളെ തടയുന്നു. ഓരോ ഇപ്പൊ നമ്മൾ കണ്ടത് രാംലല്ലയുടെ നമ്മൾ അത് കൃത്യമായിട്ട് ജനം ടി വി അത് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇവരുടെ യഥാർത്ഥ പ്രശ്നം എന്ന് പറയുന്നത് അവിടെ രാംലല്ലയുടെ കുടമാറ്റത്തിൽ രാംലല്ലയുടെ പണം ഉയർത്തി എന്നുള്ളതാണ് അവരുടെ പ്രശ്നം. അതുകൊണ്ട് നോക്കണം, അതിനെ പോലും തടയാനുള്ള ശ്രമം പോലീസുകാർ എത്ര ധാർഷ്ട്യത്തോടു കൂടിയിട്ടാണ് പെരുമാറിയത്. അങ്ങനെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. ഉടയുമായി പോകുന്ന ആളുകളെ തടയുന്നു. 2, നമുക്കറിയാം മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ട് മുന്നിൽ കുത്തിവിളക്കുമായി പോകുന്ന വാര്യനെ അടിക്കുന്നു. നിങ്ങൾ നോക്കണം, അതിന്റെ മുമ്പിൽ ട്രഡീഷണൽ ആയിട്ട് വർഷങ്ങളായിട്ട് ആചാരത്തിന്റെ ഭാഗമായിട്ട് മുന്നിൽ പോകുന്ന വാര്യനാണ്. ആ വാര്യനെ കുത്തുവിളിച്ച് പിടിച്ചതിന് മുന്നിൽ നീ എന്തിനാണ് പോകുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആക്രമിക്കുന്നു. എല്ലാ അർത്ഥത്തിലും ആളുകളെ ഉപദ്രവിക്കുന്നു, ആചാരങ്ങളെ തടയുന്നു. അങ്ങനെ ഒരു പോലീസ് രാജ് പോലെ ഒരു എക്സിബിഷൻ, ഒരു ഗാനമേളയൊക്കെ നടക്കുന്ന സമയത്താണ് നമ്മൾ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. പൂരത്തിൽ ഇതിനു മുമ്പും യാതൊരു പോലീസുകാർ സത്യത്തിൽ ഈ പൂരത്തിന്റെ താളത്തിനോടും മേളത്തിനോടും ചേർന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മൾ ഇത്രയും കാലം കണ്ടിട്ടുള്ളത്. ഇപ്പോൾ ഒരു ആളുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൃത്യമായിട്ട് ഇതിനകത്തിന്റെ അജണ്ടയുണ്ട്. നാളുകളിൽ പൂരം കാണാൻ ആളുകൾ എത്തരുത്. അത് തന്നെയാണ് ഈ അജണ്ട പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി. ആളും അർത്ഥമില്ലാതെ എന്ത് പൂരാണ്, ആചാരങ്ങളില്ലാതെ എന്ത് പൂരമാണ്, അനുഷ്ഠാനങ്ങളില്ലാതെ എന്ത് പൂരമാണ്. ഇവർക്ക് കൃത്യമായ അജണ്ടയുണ്ട്. തൃശ്ശൂരിലാണെങ്കിൽ അത് ഈ പറയുന്ന വടക്കുനാഥൻ, ഇനി തിരുവനന്തപുരത്താണെങ്കിൽ ആറ്റുകാല്, പത്തനംതിട്ടയിലാണെങ്കിൽ ശബരിമല. ഇങ്ങനെ ഓരോ കേന്ദ്രീകരിച്ചുള്ള ഹൈന്ദവ ആചാര വിശ്വാസങ്ങളുടെ ശക്തി കേന്ദ്രങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്യുന്നു. ഇപ്പൊ നമ്മൾ ഗുരുവായൂർ ഇവർ കൃത്യമായിട്ട് ഇവര് ഏകാദശിയുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കുന്നു. അങ്ങനെ ഇവർ എല്ലാ സമയത്തും ഈ ഇത്തരത്തിലുള്ള ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളെ തകർക്കുക എന്നുള്ളത് രാഷ്ട്രീയമല്ല, ഇവരുടെ അജണ്ടയാണ്. കൃത്യമായിട്ടാണ് ഇവിടെ ഉയരുന്ന മന്ത്രം എന്ന് പറയുന്നത് ശക്തിയുടെ, ഉപാസനയുടെ, സാംസ്കാരിക തനിമയുടെ, അതോടൊപ്പം തന്നെ ഭാരതീയ സംസ്കാരത്തിന്റെ
തനിമയും മഹിമയുമാണ് ഇവിടെ ഉയരുന്നത്, ഇവിടെ ഒക്കെ ഉയരുന്നത്. അതിനെ ഇല്ലാതാക്കണം. അതുകൊണ്ട് പൂരങ്ങളെ കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്ത് ഓരോ പൂരങ്ങളെയും ഇവരാക്കണം. പ്രാദേശിക പൂരങ്ങൾ അടക്കം നിങ്ങൾ നോക്കിയാൽ മതി. പ്രാദേശിക പൂരങ്ങൾ കേരളത്തിൽ നടക്കുന്ന സമയത്ത് പോലീസ് വരുന്നു, ആ പോലീസിന് നിയോഗിക്കപ്പെടുന്നു. അവിടെ നിന്ന് ഏരിയ സെക്രട്ടറി, CPM ഏരിയ സെക്രട്ടറിയാണ് ഈ പൂരം എങ്ങനെയാണ് നടത്തേണ്ടത്, ഇവിടെ ഈ കൊടിതോരണങ്ങൾ പാടില്ല, ഈ വരവ് പാടില്ല എന്ന് നിശ്ചയിച്ച് കൊടുക്കുകയാണ് പോലീസിന്. അപ്പോ കേരളത്തിൽ ഇടതുപക്ഷവും CPM എന്ന് പറയുന്ന പ്രസ്ഥാനവും ഇത്തരത്തിലുള്ള ഹൈന്ദവ ആചാരങ്ങളെയും ങ്ങളെയും ആസൂത്രിതമായി തകർക്കാനുള്ള ശ്രമമാണ് കേരളത്തിൽ നടക്കുന്നത്. ശബരിമലയിൽ കൈവച്ച് തുടങ്ങി അതിന്റെ അവസാന ഘട്ടം എന്ന രീതിയിൽ ലോക സാംസ്കാരിക തനിമയുടെ പ്രതീകമായിട്ടുള്ള വടക്കുനാഥ ക്ഷേത്രത്തിൽ പോലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് അവർ മുതിർന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഇവർ വെക്കുന്ന വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇവിടുത്തെ തൃശൂർ പൂരം പോലെയുള്ള സാംസ്കാരിക ഗരിമയുടെയും മഹിമയുടെയും പാരമ്പര്യങ്ങളെ ഏത് വിധേനയും ഞങ്ങൾ തകർക്കും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം. അതിന് കൂട്ടുനിൽക്കാൻ BJP കിട്ടില്ല. BJP സംബന്ധിച്ചത് രാഷ്ട്രീയ വോട്ടിന് വേണ്ടി മാത്രമല്ല. ഇപ്പൊ നോക്ക്, ഞങ്ങളെ സംബന്ധിച്ചുള്ള വിശ്വാസി സമൂഹവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. അതുകൊണ്ട് വിശ്വാസികൾക്ക് പ്രശ്നമുണ്ടെങ്കിൽ ഞങ്ങൾ ഇടപെടും. അപ്പൊ തിരുവമ്പാടിയുമായി ബന്ധപ്പെട്ട അവരുടെ ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ തടയുമ്പോൾ ഹിന്ദു വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സംരക്ഷിക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഞങ്ങളല്ലാതെ പിന്നെ ആരാണ് ഇടപെടുക? ഇടപെട്ടത് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അവിടെ ഉണ്ടായിരുന്ന ഹിന്ദു ഐക്യ വത്സൻ നിങ്കര അദ്ദേഹം യാദൃശ്ചികമായിട്ടാണ് പൂരത്തിന് വരുന്നത്. ഏതാണ്ട് മത്സരത്തിലേക്ക് മുൻകൂട്ടി ഇത് അറിഞ്ഞു വന്നതല്ല. നിങ്ങൾ മനസ്സിലാക്കണം, ഇവർ ആ രീതിയിലുള്ള കള്ളത്തരങ്ങളാണ് പ്രചരിപ്പിക്കുന്നത്. അതിന് മുമ്പ് തൊട്ട് മുമ്പ് അദ്ദേഹം ഞാനൊരു പരിപാടിയിൽ പങ്കെടുത്തതാണ്. ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് മത്സര നിലങ്കേരി അവിടെ വരുന്നത്. അദ്ദേഹം അവിടെ ഇടപെടുന്നു. അതോടൊപ്പം തന്നെ സുരേഷ് ഗോപി, ആദരണീയനായിട്ടുള്ള അവിടുത്തെ സുരേഷ് ഗോപി വരുന്നു. അദ്ദേഹമാണ് ചർച്ച ചെയ്യുന്നത്. ഇതേ സമയത്തിന് ദേവസ്വം ഭാരവാഹികൾ മന്ത്രിമാരെ വിളിക്കുന്നുണ്ട്, MLA വിളിക്കുന്നുണ്ട്, കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ വിളിക്കുന്നുണ്ട്. അവർക്ക് ഇടപെട്ടുകൂടായിരുന്നില്ല, ആരും ഇടപെട്ടില്ലല്ലോ. എല്ലാം അവസാനിച്ച് 5:30 മണിക്കാണ് അവിടുത്തെ മന്ത്രി വരുന്നത്. അതിന് തൊട്ട് മുമ്പ് വരെ ഇവിടെ 1 മണിക്ക് തൊട്ട് മുമ്പ് തന്നെ ഇവിടെ ഉണ്ട്. ഈ ഓർഡർ, അതാണ് അതിന്റെ ഏറ്റവും വലിയ പ്രശ്നം. ഈ ഓർഡറിന് ഉത്തരവിടുന്നതിനേക്കാൾ തൊട്ട് മുമ്പ് വരെ വടക്കുനാഥ മൈതാനങ്ങളിൽ കറങ്ങി നടക്കുന്ന ആളുകളായിരുന്നു ഈ മന്ത്രിമാർ. ഒരു സുപ്രഭാതത്തിന് ഇവരെ കൊണ്ട് അപ്രത്യക്ഷരായി. അതെ, പകൽ മുഴുവൻ പൂരപ്പറമ്പിലെ മുഴുവൻ ദൃശ്യങ്ങളിലും മുഴുവൻ ക്യാമറകളിലും പതിഞ്ഞു നിന്ന മന്ത്രിമാരെയൊക്കെ പ്രശ്ന സമയത്ത്, പ്രതിസന്ധി സമയത്ത് അവിടെ കാണുന്നില്ല എന്ന് തന്നെയാണ് ശ്രീ പിണ്ടു ഇതിന്റെ ദുരൂഹതയിലേക്കൊക്കെ വിരൽ ചൂണ്ടുന്നത്. ശ്രീ രാംകുമാർ സാർ, താങ്കൾക്ക് കേൾക്കാൻ കഴിയുന്നതാണ് വിശ്വസിക്കുന്നത്. ഈ ക്രമസമാധാന നിലയുടെ പേരിൽ, തിരക്ക് നിയന്ത്രണത്തിന്റെ പേരിൽ ഇങ്ങനെ ആചാരാനുഷ്ഠാനങ്ങൾ തടയാൻ, അവിടെ എത്തുന്ന ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാര്യന്മാരെ തടയാൻ, കുത്തുവിളക്കുമായി പോകുന്ന വാര്യരെ തടയാനൊക്കെ പോലീസിന് എവിടെയാണ് അധികാരം? ഇവിടെ ശരി, ഇവിടെ ഒരു കാര്യം നമ്മൾ വിസ്മരിക്കരുത്. നമ്മുടെ രാജ്യത്ത് വിവിധ മതവിഭാഗങ്ങളും വിവിധ ആചാര അനുഷ്ഠാനങ്ങളും കാലങ്ങളായിട്ട് പിന്തുടർന്ന് വരുന്നുണ്ട്. പക്ഷേ അതിലൊരു വിഭാഗത്തിൻ്റെ ആചാരാനുഷ്ഠാനങ്ങളെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് തകർക്കുന്നതാണ് വിവാദമാകുന്നത്, അനുവദനീയമല്ലാത്തത്. കാരണം അത് മോശമാണ്, അത് വോട്ട് ബാങ്കിന് ഉപയുക്തമല്ല എന്ന രീതിയിൽ ചിന്തിക്കുന്നതാണ് മോശം. അതാണ് അനുവദിക്കാത്തത്. ഞാൻ ഉദാഹരണം പറയാം. കൽക്കട്ടയിൽ പ്രസിദ്ധമായൊരു സ്ഥലമുണ്ട്, ആലിമുദ്ദീൻ സ്ട്രീറ്റ്. അവിടെയാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രധാന ഓഫീസ്. ആ പ്രദേശത്ത് ദുർഗാപൂജ നടത്തുന്നത് CPMൻ്റെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്. സാക്ഷാൽ മുഹമ്മദ് സലീം അടക്കം ആ കമ്മിറ്റിയിൽ അംഗമായിരുന്നിട്ടുണ്ട്. അവരുടെ സർക്കാർ ഭരിക്കുമ്പോഴും അല്ലെങ്കിലും ആ പ്രദേശത്തെ ദുർഗാപൂജ ആഘോഷങ്ങൾ നടത്തുന്നത് CPMൻ്റെ ആഭിമുഖ്യത്തിലാണ്. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണെങ്കിലും ഇതിൽ അർത്ഥവത്തായ ഒരു കാര്യം അടങ്ങിയിരിക്കുന്നുണ്ട്. നമ്മുടെ രാജ്യത്ത് കാലാകാലങ്ങളായി നിലനിന്നിരുന്ന ആചാരങ്ങൾ അംഗീകരിച്ച് മതിയാകൂ, അല്ലെങ്കിൽ വോട്ട് കിട്ടില്ല. ഉദാഹരണത്തിന് ഈശ്വര വിശ്വാസമില്ലാത്ത വ്യക്തിയാണ് നമ്മുടെ മന്ത്രി K. രാജൻ. അദ്ദേഹം പറ നിറച്ചു. തൃശ്ശൂർ പൂരത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം പറ നിറയ്ക്കുന്നത് ദൃശ്യമാധ്യമങ്ങളിൽ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ കണ്ടതാണ്. കാരണം അത് ഒരു പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടായോ, പക്ഷേ അത് കാണിക്കുന്നത് എന്താ? ഈ ആചാരാനുഷ്ഠാനങ്ങൾ എല്ലാവരും പിന്തുടരുന്നുണ്ട്. എന്തിനാ അത് തടയുന്നത്? എന്താണ് അതിൻ്റെ വൈകാരികമായ മെച്ചം? കാലാകാലങ്ങളിലായിട്ട് ജനങ്ങൾ ആചരിച്ചു പോരുന്ന പല അനുഷ്ഠാനങ്ങളും തടഞ്ഞതുകൊണ്ട് ഈ സർക്കാരിന് എന്ത്? ഞാൻ ചോദിക്കട്ടെ, എലഞ്ഞിത്തര മേളത്തിന് മതമുണ്ടോ സർ? പഞ്ചവാദ്യത്തിന് മതമുണ്ടോ? ജാതിയുണ്ടോ? അപ്പം ഇതൊന്നും ജാതി മതങ്ങൾക്ക് അതീതമായി സാംസ്കാരിക ജീവിതത്തിൻ്റെ ഭാഗമായ
തൃശ്ശൂർ പൂരം എടങ്കോലിട്ട് തടസ്സപ്പെടുത്തുന്നത് കൊണ്ട് എന്ത് മെച്ചമാണ് ആ ചെയ്യുന്നവർക്ക് നേടാനുണ്ടാകുന്നത്? രാഷ്ട്രീയ ലക്ഷ്യമാണെങ്കിൽ അത് നടക്കാൻ പോകുന്നില്ല. ഇന്ന് ജനങ്ങൾ ബോധവാന്മാരാണ്. ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞു. അവരോടുള്ള അവഗണനയെപ്പറ്റി അവരിന്ന് ബോധവാന്മാരാണ്, കൂടുതൽ സംഘടിതരാണ്. ഇന്ന് നാളെ ദുർഗാപൂജ നിരോധിക്കാൻ CPM-ന് ധൈര്യമുണ്ടോ? പശ്ചിമ ബംഗാളിൽ അവരിനി ഒരു കാലത്തും വരാൻ പോകുന്നില്ല. എന്തെങ്കിലും നിർഭാഗ്യത്തിന് വീണ്ടും അധികാരത്തിൽ വന്നാൽ രാജ്യം മുഴുവൻ കൊണ്ടാടുന്ന ദുർഗപൂജ നിരോധിക്കാൻ CPM-ന് ധൈര്യമുണ്ടോ? ഇല്ല. അതിൻ്റെ പ്രതിഫലനമാണ് കമ്മ്യൂണിസ്റ്റുകാരനായ കെ രാജൻ പൂരത്തിൻ്റെ ചടങ്ങുകൾക്കൊപ്പം പറ നിറയ്ക്കുന്നത് പരസ്യമായ ദൃശ്യമാധ്യമങ്ങളിൽ കേരളത്തിൽ. ഈ വികാരം പങ്കുവെച്ച് സന്തോഷിക്കുന്നതിന് പകരം, സർ, നമ്മുടെ രാജ്യത്തിൻ്റെ വൈവിധ്യം അതല്ലേ? വിവിധ മതാചാരങ്ങൾ, മതാനുഷ്ഠാനങ്ങൾ അനുസരിക്കുന്ന വൈവിധ്യം നിറഞ്ഞ പല പല വിശ്വാസങ്ങൾ നിലനിൽക്കുന്ന മനോഹരമായ രാജ്യമല്ലേ നമ്മൾ? അവിടെ ഒരു വിഭാഗത്തെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് കേന്ദ്രീകരിച്ച് മോശക്കാരായി ചിത്രീകരിച്ച് അത് നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ? ഈ വിശാലമായ മനോഭാവത്തിന് അനുസൃതമാണോ? ഈ വിശാല മനോഭാവം ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ഒരു മതപരമായ ചടങ്ങല്ല, ഒരു സാംസ്കാരിക ചടങ്ങായിട്ടാണ് തൃശ്ശൂർക്കാർ കണക്കാക്കുന്നത്. അവിടെ നിവസിക്കുന്ന ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളും സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും. പക്ഷേ സാർ, അതൊന്നും അത്ര മനോഹരമായി മുന്നോട്ട് പോകുന്നത് പല കേന്ദ്രങ്ങളും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അല്പസമയം മുൻപ് നമ്മൾ കണ്ട ആ പ്രതികരണത്തിൽ തിരുവമ്പാടി ദേവസ്വം പറഞ്ഞത്. ശ്രീ പ്രിൻഡു, നമ്മൾ ചർച്ചയുടെ അവസാന 2 മിനിറ്റിലേക്ക് കടക്കുകയാണ്. വളരെ വേഗം അതുകൊണ്ട് താങ്കളുടെ പ്രതികരണവും മറുപടിയും വേണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പൂരത്തിന് അവിടെ ആചാരാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി എത്തുന്ന ആളുകളോട് നീ പോടാ എന്ന് പറയാൻ, എടുത്തോണ്ട് പോടാ എന്ന് പറയാനുള്ള ധൈര്യം കേരള പോലീസിന് എങ്ങനെ ലഭിച്ചു? ആ ലഭിച്ച ധൈര്യം എവിടെ നിന്നാണ് എന്ന് കണ്ടെത്തിയാൽ അവിടെയുണ്ട് ഇപ്പോഴുണ്ടാകുന്ന ഈ മുഴുവൻ പ്രതിസന്ധിക്കുമുള്ള ഉത്തരം. ശ്രീ പിന്റു. എന്നോട് സാർ? അതെ 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 തീർച്ചയായും. ഇത് ഞാൻ പറഞ്ഞേ, ഇത് AKG സെന്ററും തൃശ്ശൂരിലെ CPM-ന്റെ DCC ഓഫീസും 3 മന്ത്രിമാരും ചേർന്ന് നടത്തിയിട്ടുള്ള ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന. ഇത് ഇവരുടെ ഒരു എലക്ഷൻസ് പ്രോഗ്രാം മാത്രമല്ല, ഇത് ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ പ്രശ്നമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രത്യയശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം ഹൈന്ദവ ബിംബങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഇവർക്ക് അത്തച്ചതുർത്തി പോലെയാണ്. സ്വാഭാവികമായിട്ട് ഏതൊക്കെ വിധേന ഇതിനെ തകർക്കാനുള്ള ശ്രമം അവർ നടത്തും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത്, അത് പറഞ്ഞ പോലെ ഇവിടെ AK സെന്ററിനൊന്നും ഇതിലൊന്നും ഒരു ഇതുമില്ല, അതുപോലെ ഇടതുപക്ഷത്തിനും ഇല്ല, ഈ സർക്കാരിനും ഇല്ലെന്നേ. നിങ്ങൾ ഒരു മതത്തിന്റെ ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ഇല്ലാതാക്കാൻ ഈ സർക്കാരിന് ഒരു ഇതുമില്ലെന്നേ. നിങ്ങൾ ഇതൊക്കെ കാര്യം പറയല്ലേ, നിങ്ങൾ രാഷ്ട്രീയ ഞാൻ നേരത്തെ പറഞ്ഞാല് BJP ഇത് വന്ന് ഒരു ചാനൽ ഒരു അവസാനം എന്തായി ആ വോട്ടുകൾ ഒരു ഈ സർക്കാരിന്റെ ഇടതുപക്ഷത്തിന് എവിടെയാണുള്ളത്? ഒരു സ്ഥലത്തുമില്ലെന്നേ. ഈ സർക്കാർ നിങ്ങൾ പറയുന്നത് പൂരത്തെ മുടക്കാൻ ഒരു ശ്രമം നടത്താനുള്ള ധൈര്യമൊന്നും കാണിക്കില്ല. എന്നിട്ട് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ജനങ്ങൾ അനുഷ്ഠാനങ്ങളെ തൃശ്ശൂരുമായി ബന്ധപ്പെട്ട ഇത്തരം പ്രതിസന്ധികൾ അത് ഏതാനും ചില ഉദ്യോഗസ്ഥരിലോ 1-2 പേരിലോ മാത്രമായി അങ്ങനെ ഒതുങ്ങി തീരുന്നതല്ല, അങ്ങനെ തീർക്കാൻ കഴിയുന്നതല്ല. കാരണം തൃശ്ശൂർ പൂരം പോലെ ഇത്ര മഹത്തായ ഒരു ചടങ്ങ് ഏതാനും ഉദ്യോഗസ്ഥരുടെ മാത്രം തീരുമാനപ്രകാരം അങ്ങനെ അലങ്കോലപ്പെടില്ല. തൃശ്ശൂർ പൂരം മാത്രമല്ല, കഴിഞ്ഞ കുറേ നാളുകളായി ഉണ്ടാകുന്ന സംഭവവികാസങ്ങളെ പരിശോധിച്ചാൽ അതത്ര നിഷ്കളങ്കമാണെന്ന് പറയാൻ സാധിക്കും. എന്തായാലും ഈ വരും ദിവസങ്ങളിലും ഈ ചർച്ച വീണ്ടും സജീവമാകും. ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്കും പ്രേക്ഷകർക്കും നന്ദി.